രോഗപീഠകളാൽ ദുരിത ജീവിതം നയിക്കുന്ന 83-കാരിക്ക് അഭയമൊരുക്കാതെ മുഖം തിരിച്ച് സാമൂഹ്യനീതി വകുപ്പ്. കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ AKG നഗറിൽ താമസിക്കുന്ന കല്ലിങ്ങൽ വീട്ടിൽ ഭാർഗവിയാണ് മരുന്നും ഭക്ഷണവുമില്ലാതെ അധികാരികളുടെ ദയവിനായി കാത്തിരിക്കുന്നത്. AKG നഗറിൽ ശോചനീയാവസ്ഥയിലുള്ള വീട്ടിൽ സഹോദരിയുടെ മകൻ ബാബുവിനൊപ്പമാണ് ഭാർഗവി കഴിഞ്ഞുവരുന്നത്. രാവിലെ ജോലിക്ക് പോയാൽ രാത്രി വൈകി മാത്രം വരുന്നതാണ് ബാബുവിന്റെ പതിവ്. വർഷങ്ങൾക്ക് മുൻപ് ബാബുവിന്റെ ഭാര്യ മരിച്ചതോടെ വീട്ടിൽ ഭക്ഷണം തയ്യാറാക്കുന്ന പതിവില്ലാതായി. ഇതോടെയാണ് ഭാർഗവിയുടെ ദുരിതത്തിന് തുടക്കമായത്. യഥാസമയം ഭക്ഷണവും മരുന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ ആരോഗ്യസ്ഥിതി മോശം അവസ്ഥയിലാവുകയായിരുന്നു. പരസഹായമില്ലാതെ കിടക്കയിൽ നിന്നും എഴുന്നേറ്റിരിക്കാൻ പോലും കഴിയാതെ തളർന്നുപോയ ഭാർഗവി ഇന്നും ജീവനോടെ ഇരിക്കുന്നത് സമീപത്തെ വീടുകളിൽ നിന്നെത്തിക്കുന്ന ഭക്ഷണം വാരിക്കൊടുത്തും ദേഹം ചൂടുവെള്ളം ഉപയോഗിച്ച് തുടച്ചും പരിചരണം നടത്തുന്ന അയൽവാസികളായ വീട്ടമ്മമാരുടെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ്. ദിവസേന കൂലിപ്പണിക്ക് പോയി ഉപജീവനം നടത്തുന്ന സാധാരണക്കാരായ സമീപവാസികളെല്ലാം തങ്ങളുടെ പരാധീനതകൾക്കിടയിലും ഭാർഗവിയെ ചേർത്തുപിടിച്ചാണ് മുന്നോട്ടു പോയിരുന്നത്. അവൻ കാലത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം രാത്രി ചിലപ്പോൾ 7 മണി 7:30 8 മണിക്ക് വരാനായിട്ട് അതുവരെ അതതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒറ്റയ്ക്കാണ്. ഞങ്ങളെ കൊണ്ട് പറ്റണേ ആൾക്ക് തന്നെ ഒന്ന് കുളിക്കാനോ ഒന്നിനും പറ്റില്ല. ഒരു ദിവസം ഞങ്ങൾ 13 ദിവസത്തിനുള്ളിൽ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞ് പക്ഷെ ഒന്ന് കൊണ്ടുപോകണം കാണാൻ ചോദിക്കണത് മുതലുണ്ടാ അതിനെ അതൊക്കെയാണ് ചോദിക്കുന്നത്. ഇത് അതിന്റെ വീടൊന്നല്ലതേ, അതിന്റെ മരുമകള് അവര് മേടിച്ചിട്ടുള്ളതാണ് ഈ സ്ഥലം. അപ്പോൾ അത് അവരുടെ പേരിലാണ്, മരുമകളുടെ പേരിലാണ്. 2 കുട്ടികളുണ്ട്. പിന്നെ ഇപ്പൊ അതിന്റെ മക്കളില്ലേ, അതിന്റെ മക്കള് നോക്കുന്നു വിചാരിക്കുക. അതിന്റെ മക്കളൊന്നുമില്ലല്ലോ. അതിന്റെ മോനൊന്നല്ല, അത് സഹോദരിയുടെ മോനാണേ. അത് അവനില്ലേ. പിന്നെ അവന്റെ ഭാര്യ മരിച്ചു. അതിന് 2 കുട്ടികളുണ്ട്. അത് അവരെ ഭാര്യ വീട്ടുകാരാണ് നോക്കണത്. എന്നാൽ ആരോഗ്യനില തീർത്തും മോശമായതോടെ ഭാർഗവിയുടെ പരിചരണം ഏറെ ദുഷ്കരമായി മാറി. ഈ സാഹചര്യത്തിൽ നാട്ടുകാരുടെ അഭ്യർത്ഥന പ്രകാരം വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ് സാമൂഹ്യനീതി വകുപ്പ് അധികൃതരുമായി ചർച്ച നടത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ സാമൂഹ്യനീതി വകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിക്കുകയും ഭാർഗവിയെ ഏറ്റെടുക്കാൻ സന്നദ്ധത അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആഴ്ചകൾ പിന്നിട്ടിട്ടും സാമൂഹ്യനീതി വകുപ്പ് അധികാരികൾ പിന്നീട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടുമില്ല. സർക്കാർ സഹായം സ്വീകരിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ ജില്ലയിൽ ഉണ്ടെന്നിരിക്കെ തികഞ്ഞ അനാസ്ഥയാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. CCTV ന്യൂസ്, കേച്ചേരി.